മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിംഗ്, ഓക്കെ, ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും ഈ റീഡിങ് നോക്കാം. നോ കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ്, ഓക്കെ, നമുക്ക് നോക്കാം. റീഡിങ് കറക്റ്റായിട്ട് ഇരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളും അവരുടെ സിറ്റുവേഷൻ എന്തെന്നും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നെയും എൻ്റെ കാർഡ്സിനെയും ഞാൻ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ആദ്യം നിങ്ങളുടെ റീഡിങ് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 8 of Cup, the Wheel of Fortune, King of Cup, 8 of Sword, Two of Cup. ഓക്കെ, ഇത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ സിറ്റുവേഷനാണ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 of Cup ആണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി കൂട്ടത്തിലെടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ, ഇപ്പോൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. Please guide me, Mother Universe. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ദ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 8, 10, 1, 14, 5, 8, 2, 7, 4, 9, 9 ആവർത്തിച്ചു 5. ഓക്കെ, എലിമെൻറ്റ് വന്നിട്ടുണ്ട്. വാട്ടർ എലിമെൻറ്റ് ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്, കർക്കിടകം, വൃശ്ചികം, മീനം വന്നിട്ടുണ്ട്. ജെമിനി, ലിബ്ര, അക്യൂറിയസ്, മിഥുനം, ലിബ്ര, തുലാം, അക്യൂറിയസ്, കുംഭം, ഫയർ എനർജി, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, മേഡം, ലിയോ, ചിങ്ങം, സജിറ്റേറിയസ്, ധനു എനർജി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഇടവം, വെർഗോ, കന്നി, കാപ്രിക്കോൺ, മകരം. ഓക്കെ, ഈ രാശികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ എനർജിയാണ്, സിറ്റുവേഷനാണ്. എൻ്റെ വ്യൂസ് പല വ്യക്തികളും ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടി കരഞ്ഞ് ഒരുപാട് പരാതി, വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ചൊക്കെ നിന്നിരുന്ന സമയം നിങ്ങൾക്ക് ഈ അടുത്ത സമയം ഉണ്ടായിരുന്നു. എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ചിന്തകളിലും വിഷമങ്ങളിലും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരുന്ന സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ പോകുകയാണ്. ഓക്കെ, നിങ്ങളുടേതായ നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഓക്കെ, ഇവിടെ 8 of Cup ആണ് വന്നിരിക്കുന്നത്. ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തന്നിരുന്ന ഓർമ്മകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹത്തിൽ ആയിരുന്നു നിങ്ങൾ ഓരോ ദിവസവും നിന്നിരുന്നത്. ഇപ്പം നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അത് നടക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ മൂവ് ഓൺ ചെയ്യുവാണ്. ഏത് സിറ്റുവേഷനിലായിരുന്നു ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഏത് സിറ്റുവേഷൻ ആയിരുന്നോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിപ്പം മൂവ് ഓൺ ചെയ്യുകയാണ്. ഇവിടെ ഒരു ചന്ദ്രനെ കാണുന്നുണ്ടോ? ആ ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു കറുത്തവാവാണ്. ആ ഒരു കറുത്തവാവ് നീങ്ങിയിട്ട് ഒരു ന്യൂ മൂൺ നിങ്ങൾക്ക് ഇവിടെ ഉദിച്ച് വരുന്നുണ്ട്. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു സമയം മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ് ഈ പറയുന്നത് കൂടുതലും. അവർക്ക് അവരുടെ ലൈഫിലേക്ക് ഇതുവരെ നിങ്ങൾ ഒരുപാട് അന്ധകാരത്തിലായിരുന്നു, വിഷമത്തിലായിരുന്നു. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു തെളിവ്, ആ ഒരു പ്രകാശം നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഓക്കെ, ഒരു ന്യൂ മൂണ് നിങ്ങളിലേക്ക് ഉദിക്കുകയാണ്. സന്തോഷത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് വരികയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പം നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നതിനും ജോലിയിൽ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതിനും ഒക്കെ നിങ്ങൾ തയ്യാറായിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. പഴയതുപോലെ നിങ്ങൾ തകർന്ന മനസ്സോടുകൂടി ഇരിക്കുന്ന വ്യക്തികളല്ല. ഓക്കെ,
നിങ്ങൾക്കിപ്പോൾ സമയം അനുകൂലമായി വരികയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് കർമ്മയാണോ ചെയ്തത്, നിങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എഴുതപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ സമയങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നത്, ഓരോ മണിക്കൂറും നമ്മുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് പുറപ്പെട്ട് വരുന്നത്, നമ്മുടെ വാക്കുകൾ കാരണം ആരൊക്കെയാണ് വിഷമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്കും അതിൻ്റെ കർമ്മ ലഭിക്കും. നിങ്ങളെ വേദനിപ്പിച്ച് ഏതെങ്കിലും വ്യക്തികൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെയും ഇതൊന്നും എഴുതാതെ വിടത്തില്ല, അവരും അതുപോലെ അനുഭവിക്കും. നിങ്ങൾ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടോ അതിൻ്റെ പലിശ സഹിതം അവരും കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പം ഒരു കാർമ്മികമായിട്ടുള്ള സമയമാണ്. നിങ്ങൾ ഏത് കാര്യമാണോ ചെയ്തിട്ടുള്ളത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിക്കുക, നിങ്ങൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അതിന് നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാപ്പ് ചെയ്യുക. ആരുടെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, അവരോട് മാപ്പ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സമയം അനുകൂലമായി വരികയാണ്. നിങ്ങളുടെ ഫാമിലി നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്, ഹാപ്പി ആയിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം പുറത്തു പോകുകയും ഒരുപാട് സന്തോഷത്തിൽ കൂടിയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം പുറത്തു പോകുന്നതിനും സന്തോഷിക്കുന്നതിനൊക്കെ സമയം കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും നാളും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാത്രമാണ്, ഒരു വിഷമത്തിലേക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണോ ആ ഒരു കാര്യത്തിലേക്ക് മാത്രമായിരുന്നു ശ്രദ്ധ വച്ചിരുന്നത്. ഇപ്പം നിങ്ങളിൽ സ്ട്രോങ് ആവുന്നതിന്, കൂടുതൽ അബണ്ടൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുകയാണ്. ഓക്കെ, ഗ്രോത്ത് ആണ് ഇത്, എർത്തിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഗ്രോത്ത്, ഒരു ഭൂമിയിൽ നിന്നും എന്തെല്ലാമാണോ സമ്പത്തുകൾ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തുകൾ വന്നു ചേരാൻ പോവുകയാണ്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് എനർജിയാണ് എൻ്റെ വ്യൂസിൽ ഈ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ഓൺ ചെയ്ത സിറ്റുവേഷനിൽ ഇപ്പോഴും വിഷമിച്ചിരിക്കാതെ മൂവ് ഓൺ ചെയ്ത വ്യക്തികളിലാണ് ഇത് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഒന്നുകിൽ ഇത് കണ്ടു തുടങ്ങിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവർ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ദ ഹെയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഒരു പുതിയ ജോലി നിങ്ങൾക്ക് വന്നിരിക്കുന്നു, പ്രൊമോഷൻ വന്നിരിക്കുന്നു. ആർക്കാണെന്ന് അറിയത്തില്ല. പ്രൊമോഷൻ വന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളും കൂടി സന്തോഷിക്കട്ടെ നിങ്ങളോടൊപ്പം. നിങ്ങൾക്ക് ജോലി ഉയർച്ച ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ചില കാര്യങ്ങളിൽ നിങ്ങളെ താഴ്ത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പം ഒരു ബാലൻസിങ്ങിൽ വന്നിരിക്കുന്നു. ജോലി സ്ഥാനമാണെങ്കിലും നിങ്ങൾക്ക് ഉയർന്ന് കിട്ടിയിരിക്കുന്നു. ജോലി സ്ഥലത്ത് നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം, നിങ്ങൾക്ക് യാതൊരു വാല്യൂം തരാതെ എടുത്ത് മാറ്റിയിരുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പൊസിഷൻ അവർ തരികയാണ്. ഓക്കെ, ഹെയറോഫൻ്റ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ചില വിശ്വാസങ്ങളിലേക്ക്, നിങ്ങളുടെ ചിലപ്പോൾ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളായിരിക്കും, ആ വിശ്വാസങ്ങളിലേക്ക് നിങ്ങളുടെ അമ്പലങ്ങളായാലും പള്ളികളായാലും അവിടെയൊക്കെ സന്ദർശിക്കണമെന്ന് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ചില വ്യക്തികൾ അവിടെയെല്ലാം പോകാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങളൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള വ്യക്തികളായിരിക്കുന്നു. എല്ലാവരുമല്ല, ചില വ്യക്തികൾ മറ്റുള്ളവരെ സമാധാനിപ്പിക്കുന്നതിനും നിങ്ങളുടെ വാക്കുകൾ അത്രയ്ക്കും ശക്തിയായി തീർന്നിരിക്കുന്നു. മറ്റുള്ള വ്യക്തികൾ വന്ന സങ്കടങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിലുള്ള ശക്തി നിങ്ങളുടെ വാക്കുകൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, പല വ്യക്തികളും നിങ്ങളുടെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് നേരം നിങ്ങളടുത്ത് സംസാരിച്ച് പോകുമ്പോൾ അവർക്ക് ആശ്വാസം തോന്നുന്നു എന്ന് പല വ്യക്തികളും നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വീണ്ടും കിങ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ കഴിയാത്തവണ്ണം നിങ്ങളെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മുന്നോട്ടൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി ഇൻക്രീസ് ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടോ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയുമായിട്ട് മുന്നോട്ട് ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഓപ്പൺ ആയിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പ്രൊമോഷൻ എന്തായാലും ലഭിക്കും. ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ ഒരു മേളം തന്നെ നടക്കുകയാണ്. ഇവിടെ കിങ് ഓഫ് കപ്പ്, ഇവിടെ കിങ് ഓഫ് കപ്പ്, ഇവിടെ വന്നിരിക്കുന്നു കിങ് ഓഫ് കപ്പ്. എല്ലാം നിങ്ങളുടെ എനർജിയിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായിരുന്നാലും 100% ഉറപ്പിക്കാം, നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉറപ്പായിരിക്കുന്നു. ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്, പ്രൊമോഷനാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ കീഴിൽ മറ്റ് ചില വ്യക്തികൾ ജോലി ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു ഉന്നതമായിട്ടുള്ളൊരു ജോലി ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. മറ്റുള്ളവരുടെ മുമ്പിൽ
നിങ്ങൾ ഉയർത്തപ്പെടും. ചില കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ചില പാരകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സാലറി ഇൻക്രീസ് ചെയ്ത് തരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യുന്നതിന് അനുവദിക്കാതെയോ ചില വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുകയാണ്. ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആർക്കോ ഒരു ഓഫർ വരാൻ പോകുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു ഓഫർ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇതിൽ അസൂയ തോന്നുന്ന ചില വ്യക്തികളുണ്ട്, ചില തേർഡ് പാർട്ടികൾ, നിങ്ങളുടെ ജോലിക്ക് തടസ്സം കൊണ്ടുവന്നിരിക്കുന്ന ചില വ്യക്തികൾ. അവരുടെ മുമ്പിൽ അവർക്ക് അസൂയ ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് വിജയം വരാൻ പോകുകയാണ്. അത് എത്രയും പെട്ടെന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വരാൻ പോകുന്നത്. തേർഡ് പാർട്ടിയുടെ മുന്നിൽ നിങ്ങൾ വിജയക്കൊടി പാറിക്കും. അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ഒരു ഓഫർ ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പുതിയ ഒരു ലവ് ആയിരിക്കും, ഒരു റിലേഷൻ ആയിരിക്കും നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പുതിയ ഒരു വ്യക്തിയാണോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പുതിയ ഒരു വ്യക്തിയാണോ കടന്നു വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പുതിയൊരു വ്യക്തിയാണോ കടന്നു വരുന്നത് അതോ പേഴ്സൺ തന്നെയാണോ വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. രണ്ട് കാർഡ് എടുത്തിട്ടുണ്ട്. രണ്ട് കാർഡിലും രണ്ട് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു നൈറ്റ് ഓഫ് സോഡും വന്നിട്ടുണ്ട്, ഒരു 8 ഓഫ് സോഡും വന്നിട്ടുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സ്പീഡിന് ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അതൊരു ന്യൂ പേഴ്സൺ ആണ്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങൾ സാഹചര്യം നോക്കണം. നിങ്ങളുടെ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ്. കാരണം അത് പെട്ടെന്ന് വളരെ സ്പീഡിനാണ് വരുന്നത്. ഒരു 2 മാസത്തിനകം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് സംഭവിക്കുന്നതായിരിക്കും. 2 മാസത്തിനകം, 2 ആഴ്ച മുതൽ 2 മാസത്തിനകം തന്നെ ഇത് സംഭവിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തി. മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിലാക്കി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് ഒന്നും തന്നെ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു, റിലേഷൻ അവസാനിച്ചു എന്ന് വിചാരിച്ച വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നത്. ഞാൻ 2 കാർഡ് എടുത്തത് 2 വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത് കാണുന്ന ഒരു വ്യക്തിയല്ല, പല വ്യക്തികൾ ഇത് കാണുന്നുണ്ട്. അപ്പം പേഴ്സൺ പൂർണ്ണമായും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവർ ഈ റിലേഷനെ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു കൊണ്ട് പോയ വ്യക്തികളുണ്ട്. അവരുടെ ലൈഫിലേക്ക് ഒരു നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. വളരെ സ്പീഡിനാണ് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ലവ് റിലേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് ഓഫറുകൾ നിങ്ങളെ തേടി വരും. ഓക്കെ, ചില വ്യക്തികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് കാണും. ഒരുപാട് ഓഫറുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ അനുസരിച്ച് ഇവിടെ കാണുന്ന ക്ലൗഡ് എന്ന് പറയുന്നത് കർമ്മയാണ്. ആ കർമ്മയ്ക്ക് ഒത്തവണ്ണം നിങ്ങളിലേക്ക് ഓരോന്ന് വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾ നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നല്ലതായിരിക്കും വന്നു ചേരുന്നത്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനെ കാണുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരുക തന്നെ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥന കുറച്ചുകൂടി ശക്തമാക്കുക. ഓക്കെ, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ മതി. മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാത്ത വ്യക്തികൾക്ക് പ്രാർത്ഥന കറക്റ്റ് ടൈമിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, അഫർമേഷൻ ചെയ്യുക. നിങ്ങൾ നോട്ട്ബുക്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഡെയിലി എഴുതി പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നതിനാൽ നന്ദി പറയുക. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ദ ഹൈ പ്രീസ്റ്റസ് വന്ന ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തിരഞ്ഞെടുത്തത് ഇവിടെ 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ആ കയ്യിലിരിക്കുന്നതിലോട്ട് ശ്രദ്ധ കൊടുക്കാതെ മറ്റ് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുത്ത് നിങ്ങളെ പേഴ്സൺ സെലക്ട് ചെയ്തത്
ഒരു പാമ്പിനെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, അവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന രീതിയിലുള്ള 2 മുഖങ്ങളുള്ള വ്യക്തിയായിരുന്നു. ഒരിക്കലും ശരിയായ രൂപം നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ തേർഡ് പാർട്ടി കാണിച്ചിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഓവർ തിങ്കിങ്ങിലും വിഷമത്തിലും കൂടി കടന്നു പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഓക്കെ, ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് അവർ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് 4 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും അഡിക്ഷനിൽ കൂടി കടന്നു പോകുകയാണ്. ഓക്കെ, ചിലപ്പോൾ മദ്യപാനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡിക്ഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ പാർട്ടിയെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകുകയാണ്. തേർഡ് പാർട്ടി ഒരുപാട് പൈസ എക്സ്പെൻസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. സാമ്പത്തികത്തിൻ്റെ പേരിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡെത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. റിലേഷൻ ഡെത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും 2 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. 2 മനസ്സോട് കൂടിയാണ് ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. കാരണം അത്രത്തോളം പെയിൻ സിറ്റുവേഷൻ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. മാനസികമായി ഒരു സ്ട്രെങ്തും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്തില്ല. നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. ഏറ്റവും വിലപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് സമയത്തെല്ലാം നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുപാട് കെയറും കാര്യങ്ങളെല്ലാം നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെന്നുള്ള ഒരു വ്യക്തി നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ പേഴ്സണെ കഴിഞ്ഞ് കൂടുതൽ സാലറി വാങ്ങുന്ന വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുൻനിരയിലുള്ള വ്യക്തിയായിരിക്കും. എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ഒരിക്കലും നിങ്ങൾ അതിൻ്റെ അഹങ്കാരമോ ഒന്നും നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ കാണിച്ചിട്ടില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വാല്യൂ കൊടുത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ കണ്ടിരുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതിനെ ഓർത്ത് അവർ ഈ ഒരു സമയം നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷൻ തന്നെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെങ്കിൽ അവിടെ ഒരു തരത്തിലും സമാധാനമില്ല. ഒരുപാട് പെയിൻ. ഇവിടെ 9 ഓഫ് സോഡ്, ഇവിടെ 4 ഓഫ് സോഡ്, ഇവിടെ 9 ഓഫ് സോഡ്, ഇവിടെ ഹെർമിറ്റ്, ഇവിടെ 5 ഓഫ് വാൻസ്. ഇവിടെ അടിയും വഴക്കും പ്രശ്നങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഈ ഒരു സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് കേൾമി. ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു എന്ന് അറിയത്തില്ല. വീൽ ഓഫ് ഫോർച്യൂൺ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായപ്പോൾ നിങ്ങളുടെ പേഴ്സണ് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സാമ്പത്തിക നഷ്ടം തന്നെയാണ് വീണ്ടും കാണിക്കുന്നത്. 9 ഓഫ് പെൻഡിക്കിൾ. അവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. മൂണിൻ്റെ കാർഡാണ്. അവരുടെ ജോലി സംബന്ധമായിട്ട് അവർ ഒരുപാട് പ്രശ്നത്തിലായിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. സമയം അവർക്ക് പ്രതികൂലമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവർ ചില കള്ളത്തരങ്ങൾ അവരുടെ ലൈഫിലേക്ക് സംഭവിച്ചിരിക്കുന്നു. ആരൊക്കെയോ അവരെ ചതിക്കുന്നുണ്ട്. കൂടെ നിന്നവരായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ആരെങ്കിലും അവരെ ചതിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. ഐസൊലേഷനാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊന്നും നല്ല രീതിയിലൊന്നും അല്ല നിൽക്കുന്നത്. ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത എനർജിയിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും പോകുന്ന എനർജിയാണ് ഉള്ളത്. ഈ എനർജിയിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട് പൊരിഞ്ഞ അടിയും വഴക്കും ബഹളവുമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സമാധാനവും സന്തോഷവും ഇവിടെ ലഭിക്കുന്നില്ല. കാർമിക്കായിട്ടുള്ള അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ്മി. എന്തുകൊണ്ടാണ് ഇവിടെ ഹെർമിറ്റ് വന്നിരിക്കുന്നത്? 5 ഓഫ് കപ്പ്. വീണ്ടും സങ്കടവും ദുഃഖവും വിഷമങ്ങളും നിലവിളിയും മാത്രമേ ഇവിടെ ഉള്ളൂ. വീണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ. 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അവർക്ക് നഷ്ടമായി പോയ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലോർത്ത് അവർ നിലവിളിക്കുകയാണ്. അവർ ഹൃദയം ഒരുപാട് തകർന്നു പോകുന്നുണ്ട്. നിങ്ങളിത് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എനർജി ആണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഇതുപോലെ പെയിൻ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ എടുത്ത് ചാടിക്കയറി നിങ്ങളുടെ പേഴ്സണ് മെസ്സേജ് അയക്കുകയോ എൻ്റെ പേഴ്സൺ വിഷമിച്ചിരിക്കുന്നു, തകർന്നിരിക്കുന്ന അവസ്ഥയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എടുത്ത് ചാടി മെസ്സേജ് അയക്കരുത്. ഇത് ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. ഇത് ആരുടെയെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് 100% വിശ്വാസത്തോടു കൂടി പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വിളിക്കാം, സമാധാനപ്പെടുത്താം എന്ന് പറയാം. പക്ഷേ ഈ ഒരു ഇതെന്ന് പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്. ആരുടെ എനർജി ആണെന്ന് നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നഷ്ടപ്പെട്ടത് ഓർത്തിട്ട് ഒരുപാട് വേദനയിൽ കൂടി നടക്കുകയാണ്. ഇപ്പോൾ ഐസൊലേഷനാണ് അവർക്ക്. അവരുടെ വിഷമങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പോലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സമയത്ത്
ആരും തന്നെ ഇല്ല. അവർ ഹെർമിറ്റ് മോഡിലാണ് നിൽക്കുന്നത്. സ്വന്തം സോളിനെ അന്വേഷിക്കുകയാണ്. ഒരു ചെറിയ വെട്ടം മാത്രം അവരുടെ മുന്നിലുണ്ട്. അത് അവരുടെ ആത്മാവിൻ്റെ വെട്ടമാണ്. അവർ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്, അവർ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ പ്രതീക്ഷയോടുകൂടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ മുന്നോട്ട് ഓരോ സ്റ്റെപ്പും വെക്കുകയാണ്. അവർക്ക് പ്രതീക്ഷയുണ്ട്, നാളെയെങ്കിലും അവർക്ക് നേരെയാകും എന്നുള്ള രീതിയിൽ. എന്തെങ്കിലും മാനസിക രോഗങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾക്കോ അവർ മെഡിസിൻ എടുക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടിയുമായിട്ട് പൊരിഞ്ഞ അടി നടക്കുന്ന സമയമാണ് ഈ ഒരു സമയം കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കർമ്മയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തെ ചൊല്ലിയാണ് തേർഡ് പാർട്ടിയുമായിട്ട് അടി നടക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചത് ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇവിടെ ക്യൂൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു സമാധാനവും കൊടുക്കാത്ത രീതിയിലുള്ള അടിയും വഴക്കുമാണ് തേർഡ് പാർട്ടിയിൽ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേര് ഏറ്റുപിടിച്ചിട്ടാണ് ഇവിടെ വഴക്ക് നടക്കുന്നത്. ഇവിടെ നിങ്ങളെന്ന് പറയുന്നത് ഒരുപാട് കെയർ ഉള്ള വ്യക്തിയാണ്. നിങ്ങളെ പേഴ്സണെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടിയുമായിട്ട് വാക്ക് തർക്കത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിരുന്നു എന്ന് തേർഡ് പാർട്ടിയോട് പറയുന്നതായിരിക്കാം. ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള അടിയും വഴക്കും സംഭവിക്കുന്നുണ്ട്. പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു പോകുമോ ഇല്ലേ എന്നുള്ള ഭയം തേർഡ് പാർട്ടിക്കുണ്ട്. അതിൻ്റെ പേരിലും വഴക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ച് കടന്നു വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്ന ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അവർക്ക് പ്രണയം നഷ്ടപ്പെട്ടു പോയി. ശരിക്കുള്ള പ്രണയം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ശരിക്കുള്ള പ്രണയം നിങ്ങളോട് മാത്രമായിരുന്നു. ആ ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയതിൽ അവരൊരുപാട് വിഷമിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുമോ? ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ പെയിൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് കടന്നു വരുമോ എന്ന് കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിലേക്ക് കടന്നു വരുമോ? ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് നൽകണമേ. എൻ്റെ കാർഡ് നെയിം എന്നെയും എൻ്റെ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. എൻ്റെ വ്യൂസിലേക്ക് വ്യൂസിൻ്റെ പേഴ്സൺ കടന്നു വരുമോ? തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് എൻ്റെ വ്യൂസിലേക്ക് വ്യൂസിൻ്റെ പേഴ്സൺ കടന്നു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. തീർച്ചയായിട്ടും കടന്നു വരും. അവർക്കിപ്പോൾ മാനസിക ധൈര്യത്തിൻ്റെ കുറവുണ്ട്. ചില മാനസിക ധൈര്യം ഏറ്റെടുക്കുന്നതിൻ്റെ സമയം അവർക്ക് അനുവദിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് അവരിൽ നിന്നും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ കടന്നു വരും. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അവിടെ തേർഡ് പാർട്ടിയിൽ ഒരുപാട് ചീറ്റിങ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി മനഃപൂർവ്വമായിട്ട് ചതിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കടന്നു വരും. ഇപ്പോൾ മാനസിക ധൈര്യം നിങ്ങളുടെ പേഴ്സണ് ഇല്ല. ഓക്കെ, ആകെ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. ദ വേൾഡിൻ്റെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ദ ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്പ് നിങ്ങളിലേക്ക് കടന്നു വരാൻ സ്ട്രെങ്ത് എടുക്കുന്നുണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. വളരെ ഹാപ്പി ആയിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ വ്യൂസിൽ എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ശക്തിയേറിയ എനർജി തന്നെ യൂണിവേഴ്സ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഇപ്പോൾ ഈ എനർജി അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ എനർജി അനുഭവപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വാവ്, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരിക തന്നെ ചെയ്യും. ഒരു ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മദറിൻ്റെ എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ കുട്ടികൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ഇവിടെ ഒരു ഫാമിലി തന്നെയാണ് കാണുന്നത്. നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ മനസ്സെല്ലാം സ്ട്രോങ് ആക്കി വെച്ചിരിക്കുന്ന വ്യക്തികളിലേക്ക്, കരഞ്ഞു തളർന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകത്തില്ല. സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് നിങ്ങളിലേക്ക് ആക്റ്റീവ് ആകുന്നത്. ഈ എനർജി വളരെ
ശക്തിയായ എനർജിയാണ്. കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു വ്യക്തികൾക്കും, സംശയത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തികൾക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. വളരെ ശക്തിയോടുകൂടി ഇത് ഏറ്റെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഈ എനർജി റെസനേറ്റ് ആകുന്നത്. നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഫാമിലി പോലെ നിങ്ങൾ അത്രത്തോളം സന്തോഷിക്കുന്ന ഒരു ജീവിതം നിങ്ങളിലേക്ക്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒന്നു ചേരാൻ പോവുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. യൂണിവേഴ്സിൻ്റെ വൻ ശക്തി നിങ്ങളിലേക്ക് പകർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശക്തിയേറിയ എനർജിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഈ ഒരു 9 ഓഫ് സോഡിൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾ പുറപ്പെട്ട് വരണം. ഓക്കെ, നിങ്ങൾ ഒന്നുകൊണ്ടും നിങ്ങളിലേക്ക് ഈ മെസ്സേജ് ചെല്ലുന്നില്ല. ഇതിപ്പോൾ അനുഭവിക്കുന്നതായിട്ട് വ്യക്തികൾ, ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ ഇപ്പോഴും ഓവർ തിങ്കിങ്ങിൽ വരുമോ, എൻ്റെ പേഴ്സൺ വരുമോ എന്നുള്ള ഓവർ തിങ്കിങ്ങിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജി ഇവിടെ വന്ന് നിങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ അനുവദിക്കാതെ, നിങ്ങൾ കതവ് തുറക്കാതെ ഒരിക്കലും യൂണിവേഴ്സിനകത്തേക്ക് വന്ന് കയറാൻ കഴിയത്തില്ല. നിങ്ങളുടെ മനസ്സാണിത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളിപ്പോൾ ഓവർ തിങ്കിങ് കാരണം നിങ്ങൾ മൂടി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഈ ഒരു തളർന്ന അവസ്ഥയിൽ ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരത്തില്ല. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്ന് എത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന വ്യക്തിയാണോ, അതെല്ലാം നിങ്ങൾ മാറി നിങ്ങൾക്ക് അതെല്ലാം ഓപ്പണായി വരുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന വ്യക്തി തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. ഓക്കെ, ചില വ്യക്തികൾക്ക് സാമ്പത്തികം തിരിച്ചു കിട്ടുമോ എന്നുള്ള ഭയത്തിലിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, ചില വ്യക്തികൾക്ക് റിലേഷൻ ആവശ്യമില്ല, അവരുമായിട്ട് ഇനി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ സാമ്പത്തികം മറ്റൊരു വ്യക്തിയുടെ കയ്യിലേക്ക് ആയിപ്പോയി, ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഓവർ തിങ്കിങ് ഓഫാക്കുക. നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് നിങ്ങൾ മാറ്റുക. ഓക്കെ, യൂണിവേഴ്സിന് കടന്നു വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനും വഴി ഒരുക്കുന്നതിനും നിങ്ങൾ അവസരങ്ങൾ ഒരുക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരില്ലായിരിക്കും, ഇനി ആ പൈസ കിട്ടില്ലായിരിക്കും എന്ന് നിങ്ങൾ നാവെടുത്ത് പറയുന്നുവെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ നാവ് കൊണ്ട് എന്താണോ പറയുന്നത് അത് തന്നെ നിനക്ക് ഭവിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വിജയിക്കും. ഓക്കെ, നിങ്ങളെ തോൽപ്പിച്ചു എന്നും പല വ്യക്തികളും ചിന്തിക്കുന്നുവെങ്കിൽ, തേർഡ് പാർട്ടി ചിന്തിക്കുന്നുവെങ്കിൽ അവരുടെ മുന്നിൽ തന്നെ നിങ്ങൾ വിജയിക്കും. ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ ദൈവം നിങ്ങൾക്ക് മേശ ഒരുക്കും. ഓക്കെ, ഇവിടെ 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു ആഘോഷം, വിജയം, കല്യാണം ഒക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് അതിൽ നിങ്ങൾ പൂർണ്ണത എത്തും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. ചീറ്റിങ്, നിങ്ങളെ ചതിച്ച വ്യക്തി, ആ ചതിച്ച വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾ വിജയിക്കും. ഓക്കെ, ചില വ്യക്തികൾക്ക് ന്യൂ റിലേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത് രണ്ട് പേർക്ക് മാത്രമേ റീയൂണിയൻ കാണിക്കുന്നുള്ളൂ. 2 കാർഡിനാണ് റീയൂണിയൻ കാണിക്കുന്നത്. ഒന്ന് സ്ട്രെങ്തിൻ്റെ കാർഡിനും ഒന്ന് ക്യൂൻ ഓഫ് സോഡിൻ്റെ കാർഡിനുമാണ് റീയൂണിയൻ കാണിക്കുന്നത്. മറ്റ് വ്യക്തികൾക്ക് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പണം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ഒരു വ്യക്തിയാണ് കടന്നു വരുന്നത്. നിങ്ങളെ ചതിച്ച വ്യക്തികളുടെ മുന്നിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സന്തോഷത്തോടു കൂടി മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് അവർ കാണേണ്ടതായിട്ട് വരും. ജോലി സ്ഥലത്ത് നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഏറ്റവും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ സാമ്പത്തികമായി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്തെങ്കിലും കള്ളത്തരങ്ങളോ നിങ്ങളെ ചതിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഓഫീസിലോ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ കുറ്റമേക്കുന്ന രീതിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയം ആഘോഷിക്കാൻ പോവുകയാണ്. ചതിച്ച ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ വിജയം ആഘോഷിക്കും. ഓക്കെ, ഈ എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, നമുക്ക് ക്ലൂസ് കൂടി എടുക്കാം. ഒന്നിലധികം ക്ലൂസ് വരുന്നവർക്ക് ഒരുപാട് എനർജി അവരെ പിന്തുടരുന്നതായിരിക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ കാരണം ഇവിടെ ഏരീസ് മുതൽ സ്പൈസീസ് വരെയുള്ള നിങ്ങളുടെ എല്ലാ രാശികളും, ഓക്കെ, മേടം മുതൽ മീനം വരെയുള്ള നിങ്ങളുടെ രാശികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ക്ലൂസുകൾ വന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ക്ലൂസുകൾ എടുക്കാൻ പോകുന്നു. ക്ലൂസ് നോക്കാം. നവംബർ മഞ്ചേരി 22-25, CRLTACD, കാപ്പിൽ
മൂവി, നിങ്ങൾ ഒരുമിച്ച് മൂവി കാണാൻ അങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം. വയനാട്, കല്ലുവാതുക്കൽ, ടീച്ചർ, നിങ്ങളുടെ വീട്ടിലോ ചിലപ്പം ആനിമൽസ് ആരെങ്കിലും ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഒരു ഡെലിവറി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഒരു ന്യൂ ബോൺ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഒരു ക്ലൂസ് ആയിട്ട് എടുക്കുക. ടാറ്റു, നിങ്ങളിലോ നിങ്ങളുടെ പേഴ്സണിലോ തേർഡ് പാർട്ടിയിലോ ടാറ്റു ഉണ്ടായിരിക്കാം. ഓക്കെ, കണ്ണൂർ, പയ്യമ്പലം. ഷർട്ട് വീണ്ടും വന്നിട്ടുണ്ട്, ഷർട്ട് ഗിഫ്റ്റ്. ഓക്കെ, ഫയർഫോഴ്സ്, ആർക്കെങ്കിലും മുടി അങ്ങനെ പോയിട്ട് കഷണ്ടിയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടിക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പട്ടാമ്പി വന്നിട്ടുണ്ട്, ക്ലാസ്മേറ്റ്സ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുമിച്ച് പഠിച്ച വ്യക്തികളായിരിക്കാം. അത്തിമരം, വീട്ടിൽ എവിടെയെങ്കിലും അത്തിമരം ഉള്ള വ്യക്തികളായിരിക്കാം. ജർമ്മനി വന്നിട്ടുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് വന്നിട്ടുണ്ട്, M&S വന്നിട്ടുണ്ട്, ഷോപ്പ് വന്നിട്ടുണ്ട്, നെയ്യാറ്റിൻകര, കോട്ടയം വന്നിട്ടുണ്ട്, ഫിഷ് വന്നിട്ടുണ്ട്, മത്സ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഒറ്റപ്പാലം, 7, 9, 12, ദുബായ് വന്നിട്ടുണ്ട്, എന്തെങ്കിലും ബിസിനസ് നടത്തുന്ന വ്യക്തികളായിരിക്കാം. ഇന്ന് ആരുടെയെങ്കിലും വീട്ടിൽ പായസവും മറ്റോ വെച്ചിട്ടുണ്ടായിരിക്കാം. പായസം ഒരു ക്ലോസ് ആയിട്ട് വന്നിട്ടുണ്ട്. CHI വന്നിട്ടുണ്ട്, O എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ഗ്രീൻ ഷൂവോ ചെപ്പലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കാം. ഗ്രീൻ കളറിലെ ചെപ്പലോ ഷൂവോ. LCR, മൂലം നക്ഷത്രം വന്നിട്ടുണ്ട്. തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ടുണ്ട്. DLM വന്നിട്ടുണ്ട്. മിഥുനം രാശി വന്നിട്ടുണ്ട്. അധ്യാപകൻ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, തിരുവോണം, ഒരുപക്ഷെ തിരുവോണത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമായിരിക്കും, നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുമായിരിക്കും. യൂണിവേഴ്സ് അതിശക്തമായ എനർജി ഇതിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവോണ നാളിൽ എൻ്റെ വ്യൂസുമായിട്ട് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ഒന്നാകാൻ സഹായിച്ചതിനായി നന്ദി. താങ്ക് യു. തിരുവോണത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. ഉത്രാടം വന്നിട്ടുണ്ട്, ഉത്രാടത്തിലും ഒരു അത്ഭുതം നടക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. R ലവ് S വന്നിട്ടുണ്ട്. ഓക്കെ, കോട്ടയം വീണ്ടും വന്നിട്ടുണ്ട്. ഫെബ്രുവരി വന്നിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സന്റെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസമായിരിക്കാം. മൊബൈൽ വീണ്ടും വന്നിട്ടുണ്ട്, മൊബൈൽ ഷോപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരിക്കാം. 2001, 2008, AMOC എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി, ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്. 234 വന്നിട്ടുണ്ട്. മേലൂർ എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ ലാസ്റ്റ് 5 ആണ് ലാസ്റ്റ്. നിങ്ങളുടെ റിലേഷൻ, നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓക്കെ, ട്രാവൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം. ഒരുപാട് കണ്ണാടി നോക്കി ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ചിറകിൻ കീഴ് എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. ഇടവ വന്നിട്ടുണ്ട്, ഇടവ. തട്ടുകട വന്നിട്ടുണ്ട്, തട്ടുകട. തുളസിക്കാട്, നിങ്ങളുടെ വീട്ടിലോ പ്രദേശത്തോ തുളസി ഒരുപാട് ഉള്ള സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ തുളസി തറ ഉള്ള വ്യക്തിയായിരിക്കും. മുംബൈ. ഓക്കെ, 2030 വന്നിട്ടുണ്ട്, 2090 വന്നിട്ടുണ്ട്. അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഒന്നിലധികം റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അതും നല്ല എനർജിയാണ്. അഥവാ ആയില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓക്കെ അല്ലേ? എൻ്റെ ചാനൽ കൂടി ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു. തൊണ്ട വരെ അടച്ചിട്ടാണ് ഈ പറയുന്നത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.